ആഗ്രഹിച്ച് കിട്ടിയ ലൈഫ് ആസ്വദിച്ച് തുടങ്ങിയപ്പോഴേക്കും രോഗം വില്ലനായി വന്നു എന്നൊക്കെ നമ്മൾ കഥകളിലും സിനിമയിലൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ലൈഫിലേക്ക് ഇത് തുടങ്ങിയിട്ട് ഒരു 3.5 വർഷമായിട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കാണ് വയ്യാത്തത്, ക്യാൻസറാണ്. അമ്മയ്ക്ക് യൂട്രസിനായിരുന്നു ക്യാൻസർ. അതിൻ്റെ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ടും പക്ഷെ അത് പോയില്ല അമ്മയുടെ അടുത്തുനിന്ന്. അമ്മേനെ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുവാണ്. അമ്മയുടെ ഒരു ഫ്രണ്ടിനെ പോലെ 3 വർഷമായി. പൊക്കോട്ടെ, അതങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് കയറാത്ത അമ്പലങ്ങളും പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളും ഒന്നുമില്ല. എന്തായാലും നിങ്ങളുടെയും കൂടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഇതിൽ പറയുന്നത്. അതുമാത്രമല്ല, എല്ലാവരുടെയും ചിന്ത ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്, ഞങ്ങളുടെ ലൈഫ് സക്സസ് ആണ്, ഞങ്ങൾ സുംബ ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, ഫാമിലീസ് നോക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു ഭാഗ്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കും, ക്യാൻസർ എന്ന ഭാഗ്യം ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ക്യാൻസർ വാർഡിലെ അവസ്ഥകളെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. നമുക്ക് ചുറ്റും ഒപ്പം ഇരിക്കുന്നവരുടെ കഥകളും വിഷമങ്ങളും വേദനകളും കേൾക്കുമ്പോൾ മനസ്സ് ആ ഒരു റിക്കവറായി വരാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളത് പറയാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും മനസ്സ് മടുത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ മണ്ണോളം നീ ക്ഷമിക്കാൻ പഠിക്കുന്നേ, അമ്മയോളം നീ സഹിക്കുന്നത് കണ്ട് വളർന്നിട്ടുണ്ട്. ഈ വരികളിലൊക്കെ പറയുന്നില്ല, എൻ്റെ അമ്മ അതായിരുന്നു. അത്രയ്ക്ക് പ്രതികരിക്കാത്ത, ഒരു നോ പറയാത്ത, വിഷമങ്ങൾ ഉള്ളിലൊതുക്കി, ആഗ്രഹങ്ങൾ പുറത്ത് പറയാതെ ജീവിച്ചിരുന്ന അമ്മയെ കണ്ട് വളർന്നതുകൊണ്ട് പണ്ടേ തീരുമാനിച്ചതാണ് അമ്മയെപ്പോലെ ഒരിക്കലും ആകില്ല എന്ന്. അമ്മയോടും പറയും ഒരുപാട് താങ്ക്സ് അമ്മ, അമ്മ പാവമായതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ബോൾഡായി എന്ന്. എന്തായാലും ഈ ഒരു ലൈഫും ഈ ഒരു ജീവിതവും RCCയിലുള്ള പോക്കും ആർക്കും ഉണ്ടാവാതിരിക്കും.